ഇപ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ, തളിപ്പറമ്പ് എം എൽ എ ആണ്, CPM സംസ്ഥാന സെക്രട്ടറി. ശ്രീ എം വി ഗോവിന്ദൻ, ഇത് വലിയ തീപിടുത്തമാണല്ലോ, താങ്കൾക്ക് എന്തൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്? ഇപ്പോൾ വലിയ തീപിടുത്തമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. വിവരം കിട്ടിയ ഉടനെ തന്നെ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ അവിടെ കളക്ടറെയും നേരിട്ട് വിളിച്ച് SP വിളിച്ച് കാര്യങ്ങളൊക്കെ ഗൗരവപൂർവ്വം പറയുകയും അവർ എല്ലാ യൂണിറ്റുകളിൽ നിന്നും ഫയർഫോഴ്സിനെ അങ്ങോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ആദ്യം തന്നെ നടത്തിയത്. അതിന്റെ ഭാഗമായിട്ട് ഫയർഫോഴ്സുകളെല്ലാം മിക്കവാറും കുറേ അവർ എത്തിയിട്ടുണ്ട്, ബാക്കിയുള്ളവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും യഥാർത്ഥത്തിൽ അതിന്റെ ഒരു തീക്ഷ്ണമായ രീതിയിലുള്ള പടരുന്ന കാര്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഏറ്റവും അവസാനത്തെ വിവരം. അതുപോലെ തന്നെ അതിന് ഫയർഫോഴ്സ് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ആവശ്യമായ രീതിയിലുള്ള ജനങ്ങളൊക്കെ അവിടെ പൂർണ്ണമായിട്ടും സന്നദ്ധമായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും പിന്തുണയുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തീ അണക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ ആളിക്കത്തുന്നത് ഇപ്പോൾ പുറത്ത് കാണത്തക്ക രീതിയിൽ വലിയ രീതിയില്ല, ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഫയർഫോഴ്സുകാർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അത് ആളി പടരുന്നതിന് ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചു എന്ന് വേണം കാണാൻ. ഇപ്പോൾ ഈ മുകൾ നിലയിൽ തീ കത്തുന്നുണ്ട്, ആ ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, കത്തുന്നുണ്ട്. അതായത് ഈ പുറത്തേക്ക് ഈ തീ വരാതിരിക്കാനുള്ള കരുതലിപ്പോൾ അവർ ഫയർഫോഴ്സ് നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഫയർഫോഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ അതിനെ ഫലപ്രദമായ പ്രതിരോധം തീർക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എം വി ഗോവിന്ദൻ, ഇതിപ്പോൾ താങ്കൾക്ക് അറിയാവുന്ന കെട്ടിടമാണല്ലോ, അതിന് 3 നില എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അല്ലേ? 3 നിലയുള്ള കെട്ടിടം. അവിടെ എന്താ സംഭവിച്ചാൽ 33 കള അതിൽ തന്നെയുണ്ട്, ആ കോംപ്ലക്സ് തന്നെയുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നും വളരെ നല്ല പോലെ തീ പിടിക്കുന്ന സൈസുള്ള സാധനങ്ങളാണ് ഒരുപാട് ഉണ്ടാകുക. അപ്പോൾ പെട്ടെന്ന് തന്നെ തീ ആളിപ്പടരുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരി, നന്ദി ശ്രീ എം വി ഗോവിന്ദൻ. അവിടേക്ക് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി ഇപ്പോൾ എത്തുന്നുണ്ട്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മുകൾ നിലകളിൽ തീ ഇപ്പോഴും ആളുന്നുണ്ട്, അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.